നമുക്ക് പറയാനുള്ളത് ഇന്ന് ടെക്നോളജി അവൈലബിൾ ആണ്, വെരിഫിക്കേഷൻ അവൈലബിൾ ആണ്, ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്, ആർക്കും എവിടെയും പോയി ചോദിക്കാം. ഇതൊക്കെ കൂടി ഒന്ന് നോക്കിയിട്ട് വേണ്ട ഒരു ആരോപണം ഉന്നയിക്കാൻ എന്നൊരു ചെറിയ ഉപദേശം മാത്രമാണ് എനിക്ക് അവരോടുള്ളത്. ഇവിടെ വരെ ഗ്രീൻ ട്രൈബ്യൂണൽ വരെ പോയ ഒരു കേസാണിത്. ഇവിടെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് വിദഗ്ധരായ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാർ പാർട്ട് ഓഫ് ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് വന്നു പോയതാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ലോ, 2015 കേസ് വരുന്നത്. ഇവരെല്ലാം ക്ലിയറൻസ് എന്നിട്ട് ഇത്രയും പൈസ മുടക്കുന്ന ആളുകൾ, എനിക്കത് ആ സൈക്ക് മനസ്സിലാവുന്നില്ല. പ്ലീസ് കം ഫോർവേഡ് ആൻഡ് സ്റ്റഡി, സിറ്റ് വിത്ത് അസ് ആൻഡ് സ്റ്റഡി അബൌട്ട് ഇറ്റ്. നമസ്കാരം. ഡോക്ടർ അബ്ദുസ്സലാം മുഹമ്മദാണ് നമ്മോട് കൂടെയുള്ളത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയുടെ CEO ആണ് അദ്ദേഹം. നേരത്തെ ISROയിൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. മറ്റു ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ അടുത്ത് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാരിസ്ഥിതികമായ ചില ആരോപണങ്ങളും മർക്കസ് നോളജ് സിറ്റിക്കെതിരെ ഉയർന്നു. പ്രത്യേകിച്ചും സംഘപരിവാർ ഹാൻഡിലിൽ നിന്നാണ് അത്തരം ആരോപണങ്ങൾ വന്നത്. ഏതായിരുന്നാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നോളജ് സിറ്റിയുടെ CEOയെ കാണുന്നത്. സ്വാഗതം. താങ്ക് യു വെരി മച്ച്. ആദ്യമായി ഈ ആരോപണങ്ങളിലേക്കെല്ലാം കടക്കുന്നതിന് മുമ്പ് താങ്കൾ ജനീവയിലെ UN ഓഫീസ് നിലനിൽക്കുന്ന സ്ഥലത്ത് നടന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ ആരോപണങ്ങളെല്ലാം നടക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ പരാമർശമൊക്കെ വരുമ്പോൾ അവിടെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്തായിരുന്നു ആ കോൺഫറൻസ്? അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. ആ ആരോപണവും അതുപോലെ തന്നെ വയനാട്ടിലെ സംഭവം ഞാൻ അവിടെ ഉള്ളപ്പോഴാണ് നടന്നത്. ഈ കോൺഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എവർക്കും അറിയുന്നത് പോലെ 2015 നമ്മുടെ മെമ്പർ സ്റ്റേറ്റുകൾ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള 193 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ലോക പ്രശ്ന പരിഹാരത്തിനായിട്ട് മുന്നോട്ട് വെച്ച 17 അവർ പറയുന്നത് യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നാണ്. അത് മെമ്പർ സ്റ്റേറ്റ്സിന് അത് നടപ്പിലാക്കാൻ 17ഓളം ഗോളുകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ചുമതല ഏൽപ്പിക്കുകയും ഏകദേശം ഇനി 2030 നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ടൈം ഫ്രെയിം സെറ്റ് ചെയ്തിട്ടായിരുന്നു ആ അജണ്ട കൊടുത്തതും. 6 വർഷം ബാക്കി നിൽക്കെ നടക്കുന്ന ഒരു റിവ്യൂ പ്രോസസ് മീറ്റിംഗാണ്. അതിൻ്റെ ഒരു ആനുവൽ കോൺഫറൻസാണ് ലോകത്തുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട 17 ഗോളുകളെന്ന് പറയുമ്പോൾ അതിൽ ഊർജ്ജമുണ്ട്, വെള്ളമുണ്ട്, ഫുഡ്, എഡ്യൂക്കേഷൻ, അങ്ങനെ വ്യത്യസ്തമായ ഒരു മനുഷ്യകുലത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന 17 ഗോളുകൾ. അതിൻ്റെ ഏറെക്കുറെ ഒരു വിലയിരുത്തലായിരുന്നു ജനീവയിൽ നടന്ന ആ കോൺഫറൻസിൽ, അഥവാ വേൾഡ് അസോസിയേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന UK ആസ്ഥാനമായുള്ള ആ സംഘടനയുടെ കീഴിൽ നടന്ന 22ാമത്തെ കോൺഫറൻസ്. അത് കീനോട്ട് ചെയ്തതും നമ്മുടെ എല്ലാവരും അതിനെ അഥവാ റെപ്രസെൻ്റ് ചെയ്ത് UN റെപ്രസെൻ്റ് ചെയ്ത് വന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ദ UN ജനീവയിൽ ഏകദേശം 1 ഡസനിലേറെ UN പല സംഘടനകൾ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഇൻക്ലൂഡിങ് വേൾഡ് WHO, UNESCO, അതുപോലെ തന്നെ റെഡ് ക്രോസ്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇതിൻ്റെയൊക്കെ ടോപ്പിലിരിക്കുന്ന ആളാണ് അതിൻ്റെ ഡയറക്ടർ ജനറലാണ് അതിനെ അഡ്രസ്സ് ചെയ്തത്. അവിടെ വ്യത്യസ്തമായ പേപ്പറുകളും വ്യത്യസ്തമായ ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാനും കേരളത്തിൽ നിന്ന് നമ്മൾ ചെയ്ത മർക്കസ് നോളജ് സിറ്റി ഒരു കേസ് സ്റ്റഡി ആയിട്ട് അവതരിപ്പിച്ചു. മറ്റുള്ളവർ അവതരിപ്പിച്ചതും എൻ്റെ അവതരണവും തമ്മിലുള്ള പ്രൈമറി വ്യത്യാസം എന്ന് പറയുന്നത്, അവരൊക്കെ അവതരിപ്പിച്ചത് ചെയ്യാൻ പോകുന്ന സംഗതികളും കുറേ തിയററ്റിക്കൽ മോഡലുകളും പിന്നെ കുറേ വിമർശനങ്ങളും, ചിലതെല്ലാം നല്ല പേപ്പറുകളുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ചില രാജ്യങ്ങളുടെ ഈ മേഖലയിൽ അവർ പ്രവർത്തിച്ചുണ്ടാക്കിയ സംഗതികൾ ചർച്ച ചെയ്തിരുന്നു. നമ്മുടെ പ്രസൻറ്റേഷൻ സ്വാഭാവികമായിട്ടും ശ്രദ്ധ പിടിച്ചു പറ്റുകയും പാനലിസ്റ്റുകളും അതിൻ്റെ മോഡറേറ്ററും ഒക്കെ അതെടുത്ത് പറയുകയും ചെയ്തു. കാരണം അവർ മുന്നോട്ട് വെച്ച അഥവാ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ഗോളുകളിൽ 11 സസ്റ്റൈനബിൾ സിറ്റി ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ആ സിറ്റിയെ ഉണ്ടാക്കി ഇതെങ്ങനെ കംപ്ലൈങ് വിത്ത് അഥവാ അവർ പറയുന്ന UN SDG കംപ്ലയൻസ്, അഥവാ ഒരു കോംപ്രമൈസും പിന്നെ എൻവയോൺമെൻറ്റൽ ഫ്രജിലിറ്റിക്ക് ഒരു കോംപ്രമൈസും ചെയ്യാതെ എങ്ങനെ ചെയ്തു എന്നായിരുന്നു എൻ്റെ അവതരണം. ഈ UN സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ഗുട്ടറസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാക്കാണ് ഗ്ലോബൽ ബോയിലിംഗ്. ഗ്ലോബൽ വാർമിങ്ങും കഴിഞ്ഞ് ഗ്ലോബൽ ബോയിലിങ്ങിലേക്ക്, ഒരു ആഗോള തിളക്കൽ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാവുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് ലോകം നീങ്ങുകയാണ്. അപ്പോൾ അത് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സംഭവങ്ങളാണ് എന്നാൽ നിരന്തരമായി UN പറയുന്നത്. അതായത്
മരുഭൂമികളിൽ പ്രളയം ഉണ്ടാകുന്നു. ഇപ്പോൾ ദുബൈയിലടക്കം പ്രളയം ഉണ്ടായി. യൂറോപ്പിൽ തണുപ്പുള്ള രാജ്യങ്ങളിൽ അവിടെ ഉഷ്ണമേഖലകളായി മാറുന്ന സാഹചര്യങ്ങൾ, ആകെ ലോകത്താകെയുള്ള മാറ്റങ്ങൾ. അപ്പം ഇതിനെല്ലാം നമുക്ക് മറികടക്കണമെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, സുസ്ഥിര വികസനം എന്ന് UN പറയുന്നത്. അതിലിപ്പോൾ ഈ പുതിയ ഇതേപോലെയുള്ള മർക്കസ് നോളജ് സിറ്റി പോലെയുള്ള പുതിയ ടൗൺഷിപ്പുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയ വികസനങ്ങൾ വരുമ്പോൾ, തീർച്ചയായും UN-ൻ്റെ ഈ പ്രമേയത്തെ നമുക്ക് മുമ്പിൽ കണ്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ മർക്കസ് നോളജ് സിറ്റി ഇവിടെ തുടക്കം മുതൽ, അതിൻ്റെ പ്ലാനിങ് മുതൽ ഈ അവസരം വരെ ഈ തരത്തിലുള്ള, അവിടെ നമ്മൾ പേപ്പറൊക്കെ അവതരിപ്പിക്കുന്നു, പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കൽ രംഗത്ത് മർക്കസ് നോളജ് സിറ്റി എന്താണ് ചെയ്തിട്ടുള്ളത്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് സുഹേൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ്, ആ റിലേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ച്, അത് ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ, വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും, ഈ പറഞ്ഞ പോലെ മരുഭൂമിയിൽ പോലും. ഇവിടെ ഞാൻ ഈ പ്രസൻറ്റേഷനിൽ കൊടുത്ത ഒരു ഡയമെൻഷൻ, ഈ നമ്മളെ വ്യത്യസ്തമാക്കുന്നത്, മർക്കസിൻ്റെ നോളജ് സിറ്റിയെ വ്യത്യസ്തമാക്കുന്നത്, നോർമലി സംഭവിക്കുന്ന ഡെവലപ്മെൻറ്റ് നമ്മൾ പറയുന്നത് വെർട്ടിക്കൽ ഗ്രോത്ത് എന്നാണ്. ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് സിറ്റി ഇങ്ങനെ വലുതാവുന്നുണ്ട്, സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ദാറ്റ്സ് നോട്ട് എൻ ഹെൽത്തി ഗ്രോത്ത്. നമുക്ക് ഈ സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമായി വെള്ളം, മണ്ണ്, വായു പോലെയുള്ള കാര്യങ്ങളിൽ എന്താണ് നോളജ് സിറ്റി ചെയ്തിട്ടുള്ളത്? പ്രൈമറിലി അവിടെ നമ്മൾ കയറി പിടിച്ചത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ പരാതിയും അതായിരുന്നു. ഇപ്പോഴും പരാതികൾ നിങ്ങൾ പറഞ്ഞു നേരത്തെ. ഈ ഒരു വികസനം വരുമ്പോൾ ജനങ്ങളുടെ ആശങ്ക 1, 2, 3 ആണ്. വെള്ളം മലിനമാകും, വായു മലിനമാകും, എന്നപോലെ തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ സോയിലും മലിനമാകുമെന്നുള്ളതായിരുന്നു. ഇവിടെ നമ്മൾ സൂക്ഷിച്ചത് ഇത്തരം കാര്യങ്ങളുടെ പ്രസ്റ്റീൻ നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ വെള്ളത്തിനെടുക്കാൻ നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ സിറ്റിയിലേക്ക് നമ്മൾ പ്രഗത്ഭരെ വെച്ചുകൊണ്ട് നടത്തിയ പഠനം പറഞ്ഞു തന്നത് ഏകദേശം സിറ്റിക്ക് ആവശ്യമായി വരുന്നത് കൊല്ലത്തിൽ 50 കോടി ലിറ്റർ വെള്ളമാണ്. ഈ 50 കോടി ലിറ്റർ വെള്ളം CWRDM വിരമിച്ച ഒരു സയൻറ്റിസ്റ്റായിരുന്നു, എൻ്റെ ബാച്ച്മേറ്റ് കൂടിയാണ് വന്നത്, പഠനം നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷ വാർത്ത ഉണ്ട്, 64-65 കോടി ലിറ്റർ വെള്ളം ഒരു ആവറേജ് റെയിൻഫോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളിവിടെ ചെയ്യേണ്ടത് അത് ഹാർവെസ്റ്റ് ചെയ്താൽ, ഭംഗിയായിട്ട് ഹാർവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി ഇവിടെ പ്രയാസപ്പെടേണ്ടി വരില്ല. അപ്പോൾ എന്തൊക്കെയാണ് വെള്ളം? പ്രൈമറിലി 3 യൂസാണ് വെള്ളത്തിന് വരാൻ പോണത്. ഒന്ന് സീവേജ്, നമ്മൾ കക്കൂസിൽ ഉപയോഗിക്കുന്ന വെള്ളം, പിന്നെ ബാത്റൂമിലെ വെള്ളം, കിച്ചണിലെ വെള്ളം. ഇതിനെ മുഴുവൻ സെപ്പറേറ്റ് ചാനലിലൂടെ കൊണ്ടുവന്ന് പിന്നെ ഇപ്പോഴത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്ന മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് ഒരു പക്ഷേ ലോക സ്റ്റാൻഡേർഡിനേക്കാൾ മെച്ചമായിക്കൊണ്ട് 75% വെള്ളം റീസൈക്കിൾ ആൻഡ് യൂസ് നമ്മൾ നടത്തുന്നുണ്ട്. ഇവിടെ നമുക്കൊന്നൊരു ചാലഞ്ച്, അന്നത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആ ഒരു റെഗുലേഷൻ അനുസരിച്ചിട്ട് അവർ മുന്നോട്ട് വെച്ച ടെക്നോളജി പ്രൈമറിലി യൂസിങ് 3 കെമിക്കൽസ്. ഇത് നമുക്ക് ഭയം ഉണ്ടാക്കി. ഈ 3 കെമിക്കൽസ് കൊണ്ട് ട്രീറ്റ് ചെയ്ത വെള്ളം സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ടിൽ ഈ വെള്ളം ഉണ്ടാകും. നല്ല മഴ കിട്ടുന്ന പ്രദേശമാണ്, ഇതിനെ എന്ത് ചെയ്യും എന്ന്. അപ്പോൾ നമുക്ക് രസകരമായൊരു മറുപടി നമുക്ക് കിട്ടിയത്, ബോർവെല്ലിൽ കുഴിച്ച് വെള്ളം അതിലേക്ക് പമ്പ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. അത് ഇറ്റ് വാസ് ഷോക്ക് ടു അസ്. കാരണം ഈ ജനങ്ങൾക്ക് കൊടുത്തൊരു പ്രോമിസാണ് ഞങ്ങൾ ഈ കാര്യം സൂക്ഷിക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ ചാലിയാൽ സംഭവിക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ അതിൽ എടുത്തു പറയേണ്ടതാണ്. എൻ്റെ MD ഡോക്ടർ അബ്ദുൽ ഹക്കീം മസീരിയാണ്. അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയാണ് അവിടെ എന്തില്ല, ബോർവെല്ല് സംബന്ധിച്ചിട്ടില്ല. ബോർവെല്ല് കുഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായ വെള്ളത്തിൻ്റെ ഡിപ്ലീഷൻ ഉണ്ടാകും. അതുപോലെ ഇൻസിനറേറ്റർ നമ്മൾ സംബന്ധിച്ചിട്ടില്ല. റെഗുലേഷൻ്റെ ഭാഗമായി ഒരു യൂണിറ്റിൽ മാത്രമേ ഇൻസിനറേറ്റർ വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ റെഗുലേഷൻ്റെ ഭാഗമായിട്ട് ഇത് നോൺ റിട്ടേൺ ആണെങ്കിലും ദർ ഇസ് സ്ട്രിക്റ്റ് റെഗുലേഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് വെള്ളം കേടാക്കരുതെന്നുള്ളതും മിനിമൈസ് ചെയ്യുന്നുള്ളത്. ഈ വെള്ളം ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കേടാകുമെന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ 1 മാസത്തെ ഇൻറ്റൻസ് റിസർച്ച് ഞങ്ങൾ എത്തിച്ചത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിലേക്കാണ്. ആർമി വില്ലേജിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ വെള്ളത്തിന് ആവശ്യം വരികയും ആ വെള്ളം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈം ബാക്ടീരിയ ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ആളുകളെ തേടി പിടിച്ച് അവരും നമ്മളും കൂടി നിന്നിട്ടാണ് നമ്മളുണ്ടാക്കിയത് കൺസ്ട്രക്റ്റഡ് വെറ്റ്ലാൻഡ് എന്ന് പറയുന്ന
മിനിമൈസ്ഡ് മിനിമം ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്തുകൊണ്ടുള്ള കെമിക്കൽ തീരെ ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. അതിൻ്റെ ഔട്ട്പുട്ടും നമ്മുടെ ബോട്ടിൽ വെള്ളം നോക്കിയാൽ സെയിം ആയിരിക്കുള്ളൂ. അതിന് സർക്കാരിൻ്റെ അംഗീകാരം ഉണ്ടായിരുന്നു. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു. സർക്കാരിൻ്റെ അന്നത്തെ റെഗുലേറ്ററി അപ്രൂവൽ ഈ ടെക്നോളജി അവരുടെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ചാലഞ്ച് വന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വരെ എത്തുകയും അവിടെ ഭാഗ്യത്തിനെന്ന് പറയാം, അവിടെ ഒരു പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയായിരുന്നു. അവർ ഗവേഷണ സബ്ജക്റ്റ് എടുത്തതുമായിരുന്നു. അവർ നമുക്ക് ഒരു എന്താ പറയുക കട്ട സപ്പോർട്ട് തന്നുകൊണ്ട് ഈവൻ വി ഹാവ് ടു ചേഞ്ച് ദ പോളിസി ഓഫ് ദ ഗവൺമെൻറ്. ഈ വായു അതേപോലെ തന്നെ മണ്ണ് ഈ കാര്യത്തിലൊക്കെ എന്താണ് ചെയ്തത്? ഏറ്റവും നമ്മൾ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, പിന്നെ ഈ വികസനം കൊണ്ടുണ്ടാകുന്ന ഒരു സൈഡ് ഇഫക്റ്റാണ് വായുമലിനീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മോട്ടോർ വാഹനങ്ങളുടെ ഒക്കെ വരവോടുണ്ടായത്. അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തഡോളജിയിൽ അത്തരം പിന്നെ കാർബൺ എമിഷനുള്ള സംഗതികൾ മാറ്റണമെന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇവിടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞു സിറ്റി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ചവറ് കത്തിക്കേണ്ട ഇഷ്യൂ വരും, വേസ്റ്റ് കത്തിച്ച് കളയേണ്ട ഇഷ്യൂ വരും. ഇവിടെയാണ് MD അബ്ദുൽ ഹക്കീം അസേരിയുടെ കടുത്ത നിബന്ധനയുള്ളത്. ഇൻസിനറേറ്റർ വേണ്ട, അല്ലാത്ത മെത്തഡോളജി കണ്ടെത്തേ പറ്റുള്ളൂ. നമ്മളതിൽ വലിയ പിന്നെ പ്രയാസപ്പെടേണ്ടി വന്നു. കാരണം ലേഡീസ് ഹോസ്റ്റലൊക്കെ അത് വലിയൊരു ചാലഞ്ചാണ്. അത് നമ്മൾ ഇൻസിനറേറ്റർ ഒഴിവാക്കി ഇന്ന് അതിനും വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഏത് തരം വേസ്റ്റ് ആയാലും മാനേജ് ചെയ്യാനുള്ള സംവിധാനമുള്ളത് അത് തേടിയെത്തി. ഏതൊരു തേടിയെത്തിയെന്ന് വെച്ചാൽ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന പിന്നെ വേസ്റ്റ് ടു എക്കണോമി എന്നതിലേക്ക് വരെ നമ്മൾ എത്തിച്ചു. ആ ടെക്നോളജിയും നമ്മളവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു കമ്പനി വന്ന് അത് കംപ്ലീറ്റ് സോർട്ട് ഔട്ട് ചെയ്ത് പുറത്ത് കൊണ്ടുപോവുകയാണ്. ആ കമ്പനിയായിട്ടാണ് നമ്മൾ ഈ ടെക്നോളജി ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഈ വേസ്റ്റിൽ നിന്ന് എക്കണോമി ജനറേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാമല്ലോ ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ ഇൻ്റർ റിലേറ്റഡും നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ പിന്നെ ബോയിൽ എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നതും. ഇവിടെ നമ്മൾ ധൈര്യസമേതം ഒക്ടോബർ 22 40ഓളം രാജ്യങ്ങളുടെ കൂട്ടായ്മയെ ഒരു ക്ലൈമറ്റ് സമ്മിറ്റ് നമ്മൾ വിളിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? നമുക്കുമുണ്ട് ഈ അവലാതിപ്പെട്ടുകൊണ്ട് വീട്ടിൽ കുത്തിയിരിക്കലല്ല വേണ്ടത്. ഇത് സോൾവ് ചെയ്യണം. ഇന്നത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ചന്ദ്രനിലും മാർസിലും ആവാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ആവാസ കേന്ദ്രം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മൗഢ്യം, ആ ഒരു വിഡ്ഢിത്തത്തെ ഞാൻ എങ്ങനെ കാണും നിങ്ങൾ ചോദിച്ചാൽ ഐ എം സർപ്രൈസ്ഡ്. അപ്പോൾ ഇത് അവർ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്തത്, ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു ഡ്രോൺ അസംബിൾ ചെയ്തു. ഒരു 7ഓളം ഇന്നത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പ്രൈമറി പ്രൊഡക്റ്റായ മൾട്ടിപ്പിൾ സെൻസർ വെച്ചുകൊണ്ട് നമ്മൾ പറയാം ഒരു വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം, വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ഇൻ ദ വേൾഡ് ഉണ്ടാക്കി എന്താണ് അന്നത്തെ എയറിൻ്റെ കണ്ടീഷൻ ക്വാളിറ്റി എന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ദിസ് വാസ് 38 ആസ് പെർ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ചിലയിടത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, എന്നിട്ട് പോലും നമ്മുടെ എയർ ക്വാളിറ്റി ഈസ് ഹൈ ആസ് ഫാർ എസ് WHO ഈസ് കൺസേൺ. 0 to 50 ഈസ് ഹൈ ആണ്. 0 to 100 ആണ് അതിൻ്റെ വാല്യൂസ്. നമ്മുടെ പല സെറ്റുകളിലും 200 250 മേലെയാണ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും എന്തായിരിക്കും അവിടുത്തെ ഈ ഹെൽത്ത് പ്രോബ്ലംസ് ആളുകൾ ഡൽഹി പോലത്തെ സെറ്റുകളിൽ. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ജനീവയിൽ എത്തിയ പാട് ഐ ഡിഡ് ചെക്ക് ദി ക്വാളിറ്റി ഓഫ് ദ എയർ ഇൻ ജനീവ, വൺ ഓഫ് ദ കോസ്റ്റ്ലിയസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്, വെയർ 70% ഡിപ്ലോമാറ്റ്സ് ആർ ലിവിങ്. അവിടെ 43 ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് ജനീവയെക്കാളും ബെറ്ററാണ് മാർക്കസിനുള്ള സിറ്റിയുടെ എയർ ക്വാളിറ്റി എന്നുള്ളതാണ്. ദെൻ ഐ വെൻറ്റ് ടു ഫിൻലാൻഡ്. അവിടെ ചെക്ക് ചെയ്തപ്പോൾ ദാറ്റ് ഈസ് കമ്പയർഡ് ടു അസ്. അവിടുത്തെ എൻവറോൺമെൻ്റലി വളരെയധികം സൂക്ഷിക്കുന്ന ഫിൻലാൻഡിൻ്റെ ക്വാളിറ്റി ഓഫ് ദ എയർ ആണ് ഇന്ന് മാർക്കസിനോളസിൻ്റെ അകത്തുള്ള എയർ ക്വാളിറ്റി. ഈ എയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്ന് ചെയ്ത് ഒരു മെഷർമെൻറ്റ് എടുക്കാവുന്നതാണല്ലോ അതിങ്ങനെ. അപ്പോൾ എത്രമാത്രം നമ്മൾ എൻവറോൺമെൻറ്റിനെ പരിഗണിച്ചിട്ടായിരുന്നു കൺസ്ട്രക്ഷൻ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഇൻഡെക്സ് വെച്ച് ഞാൻ പറഞ്ഞത്. ഇത് ആർക്കും വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്, പലരും വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി വരുന്നത് ഇത് വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഭാഗമായി വരുന്നതാണ്. പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട്, ഗാഡ്ഗിൽ റിപ്പോർട്ട് പോലെയുള്ള നിരവധി നമ്മളെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള പല മുന്നറിയിപ്പുകളും വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയതായി
ഈ നോളജ് സിറ്റിയുടെ മറുഭാഗത്ത് എന്ന് പറയാവുന്ന രൂപത്തിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു വികസന പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് വലിയൊരു ആരോപണമായി ഈ കഴിഞ്ഞ നാളുകളിൽ വന്നത്. അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? അതിലും എനിക്ക് ഒരു ദുഃഖമുണ്ട്. കാരണം പഠിക്കുന്നില്ല ജനങ്ങൾ എന്നുള്ളതാണ്. കേരളം ഒരു ഇതിൽ വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്നൊരു പ്രദേശമാണല്ലോ. ഇവിടെ വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഏഷ്യൻ സബ് കോണ്ടിനെൻ്റിൻ്റെ വെതർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മലനിരക്കാണ് വെസ്റ്റേൺ ഘട്ട്സ് എന്ന് പറയുന്നത്. വളരെ പ്രാധാന്യമുണ്ട് അതിന്. കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ ഭാഗം കൂടിയാണ്. എല്ലാ ജില്ലകളും ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങൾ 6-7 സംസ്ഥാനങ്ങളും അതിൻ്റെ ഭാഗങ്ങളാണ്. ഈ കേരളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗവൺമെൻറ്റുമായി സംസാരിച്ച ഒരു ടോപ്പിക്കാണ്. പറഞ്ഞാൽ ഒരു സ്ട്രിപ്പാണ്, ഒരു റോഡ് അല്ല, ഒരു റഫ്ലി ഒരു 600 കിലോമീറ്റർ സ്ട്രിപ്പാണ്. ഒരു ഭാഗത്ത് പരന്ന് കിടക്കുന്ന അറേബ്യൻ സീ, കോസ്റ്റൽ റെഗുലേഷൻസ്, ഇപ്പുറത്ത് പശ്ചിമഘട്ടം. ഈ റെഗുലേഷൻസ് എല്ലാം കൂടി പാലിച്ചുകൊണ്ട് എടുത്താൽ കേരളത്തിന് വികസിക്കാനില്ല. എന്നാൽ ഇപ്പോഴത്തെ റീസെൻറ്റ് സർവേ ബൈ ദി റവന്യൂ ഡിജിറ്റൽ സർവേ കാണിക്കുന്നത് 10,000 ഏക്കറോളം ഭൂമി വികസന യോജ്യമായിട്ട് കിടപ്പുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നോട്ട് പോകേണ്ടത് ചുരം റോഡുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. പിന്നെ ലോകപ്രസിദ്ധമായ സിസ്ലോൺ കമ്പനിയുടെ വിൻ ജനറേറ്റേഴ്സ് പശ്ചിമഘട്ടത്തിൻ്റെ പിന്നാക്കളിലായിരിക്കുന്നത്, പൊക്കത്തായിരിക്കുന്നത്. നല്ല ഭാരമുണ്ട്, ടൺ കണക്കിന് ഭാരമുണ്ട്. അതിൻ്റെ ലീഫിൻ്റെ ഇതറിയാം. അത് പിന്നെ കാറ്റാടി യന്ത്രങ്ങൾ എന്ന് പറയുന്ന വിൻ ജനറേറ്റേഴ്സ്, വിൻഡ് ഉപയോഗിച്ചിട്ട് കരണ്ട് ഉണ്ടാക്കുന്നു. അതിൻ്റെ ചിലത് 100 ടൺ ഭാരമുണ്ട്, 300 ടൺ വരെ ഭാരം പോകുന്നുണ്ട്. അതങ്ങനെ കൊണ്ടുപോയിട്ട് വെറുതെ വെക്കാൻ പറ്റില്ലോ, അങ്ങളിലേക്ക് കുഴിച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റാറ്റിക് ബോഡി കൂടിയല്ല, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫോഴ്സൊക്കെ അവിടെ ഉണ്ട്. ചുറ്റുഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ വില്ലേജ് ഓഫീസ്, സ്കൂളും ആശുപത്രി എല്ലാം ഇവിടെ തന്നെ അല്ലേ. അപ്പോൾ എവിടെയാണ് പശ്ചിമഘട്ടത്തിൻ്റെ അതിരെന്നും എവിടെയാണ് എൻവയോൺമെൻറ്റൽ ഫ്രജിലിറ്റി ലാൻഡ് എന്നും ഓൾറെഡി തിട്ടപ്പെടുത്തി കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ വേദനിക്കുന്നത് ആരോപണം ഉന്നയിക്കുന്നവർ ഒന്ന് ഡാറ്റ എടുത്ത് പഠിച്ചാൽ, അല്ലെങ്കിൽ അവർ ഇന്നിപ്പോൾ ഇൻഫർമേഷൻ ആക്ട് അവൈലബിൾ ആണല്ലോ, ദേ കൻ ഗോ ആൻഡ് ചെക്ക് എവിടെയാണ് നമ്മൾ പോയിട്ട് പിന്നെ പശ്ചിമഘട്ടത്തിന് മുകളിൽ കൊണ്ട് വെച്ചല്ല, ജനവാസയോഗ്യമായ പ്രദേശത്താണ് വെച്ചത്. ചില ആളുകൾ വിചാരിക്കുന്നത് വനഭൂമിയാണെന്നുള്ള ജനം വിചാരിക്കുന്നത്. വനം ഏതാണ്, ഭൂമി. ഒരു കേസ് ഉണ്ടായത് നിങ്ങൾക്ക് അറിയാമല്ലോ, NGT കേസ് ഉണ്ടായതൊക്കെ അല്ലേ. ഈ സ്ഥലത്തിൽ എവിടെ പിന്നെ എന്താ പറയുക വന്യജീവികൾ ഉണ്ടായിരുന്നൊക്കെ ഈ ജനങ്ങൾ വസിക്കുന്ന വന്യജീവി എവിടെയോ വന്നിട്ട് പ്രശ്നമായ കഥയൊക്കെ വായിക്കുന്ന കൂടെ തന്നെയാണ് ഈ ജനനിബിഡമായ സ്ഥലങ്ങളിൽ കൈതപ്പൊയിൽ അങ്ങാടിയും കന്നോത്ത് പ്രദേശത്തൊക്കെ പെട്ടു എന്ന് പറയുന്ന ഒരു ലാക്ക് ഓഫ് നോളജ്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇവിടെ വരെ ഗ്രീൻ ട്രൈബ്യൂണൽ വരെയും പോയ ഒരു കേസാണത്. ഇവിടെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് വിദഗ്ധരായ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാർ പാർട്ട് ഓഫ് ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് വന്നു പോയതാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ലോ, 2015 കേസ് വരുന്നത്. ഇവരെല്ലാം ക്ലിയറൻസ് എന്നിട്ട് ഇത്രയും പൈസ മുടക്കുന്ന ആളുകൾ, എനിക്കത് ആ സൈക്ക് മനസ്സിലാവുന്നില്ല. അത് എന്താണ് വാട്ട് ഡു ദേ വാണ്ടഡ് എന്നുള്ളത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓഫീഷ്യൽസ് വന്ന് പഠിച്ചു പോയി, ഗവൺമെൻറ് ഓഫ് കേരള ഓഫീഷ്യൽസ്, അല്ലെങ്കിൽ ആരും വിവരമില്ലാത്തവരും ഇവർ മാത്രം, ഈ പറയുന്നവർ മാത്രമാണ് ഇത് പഠിച്ചവരും എന്ന് നമ്മൾ വായിക്കേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഒരു മാച്ച് ബോക്സ് അല്ലല്ലോ, തറക്കല്ലിട്ട് പൊങ്ങണം, എന്തെല്ലാം പ്രോസസ്സുണ്ട്, അപ്രൂവൽ, വെരിഫിക്കേഷൻസ്, സോയിറ്റ്, ഇതെല്ലാം കഴിഞ്ഞ് ഉണ്ടാക്കി. ഇതൊക്കെ നമ്മൾ ആളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ അടിസ്ഥാനപരമായി ലാക്ക് ഓഫ് നോളജിൽ നിന്നും ഐ ഡോ നോ, അത് വേറെ എന്താണ് അതിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് എനിക്കറിയില്ല. നമ്മളിത് തുടങ്ങി, ഞങ്ങൾ എല്ലാ നിയമങ്ങളും പാലിച്ചു, കോടതിയുടെ നിയമങ്ങളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങളും ഗവൺമെൻറ് ഓഫ് കേരള നിയമങ്ങളും. കൂട്ടത്തിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് സാറ്റലൈറ്റ് പറയുന്നത്, ഡാറ്റ എന്നൊക്കെ എനിക്കും കുറേയൊക്കെ പറയാൻ കഴിയുള്ളൂ. ഇപ്പം നമുക്ക് പറയാനുള്ളത്, ഇന്ന് ടെക്നോളജി അവൈലബിൾ ആണ്, വെരിഫിക്കേഷൻ അവൈലബിൾ ആണ്, ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്, ആർക്കും എവിടെയും പോയി ചോദിക്കാം. ഇതൊക്കെ കൂടി ഒന്ന് നോക്കിയിട്ട് വേണ്ട ഒരു ആരോപണം ഉന്നയിക്കാൻ എന്നൊരു ചെറിയ ഉപദേശം മാത്രമാണ് എനിക്ക് അവരോടുള്ളത്. മറ്റൊന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ് രാഷ്ട്രീയ ആരോപണം. അതായത് SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശനാണ് പറഞ്ഞത്,
CPM-ഉം അതേപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരും പ്രത്യേകമായൊരു പ്രീണനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നൽകുന്നു. 1200 ഏക്കർ ഭൂമി നൽകി അവിടെ നോളജ് സിറ്റി ഉയർന്നത് കണ്ടില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ വല്ല ഭൂമിയും നോളജ് സിറ്റിക്ക് നൽകിയതാണ്. പല ട്രസ്റ്റുകൾക്കും സംഘടനകൾക്കൊക്കെ സർക്കാർ തന്നെ അങ്ങനെ നൽകുന്ന ചില രീതികളുണ്ട്. അങ്ങനെ വല്ലതും കിട്ടിയതാണോ? എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം ഈ നോളജ് സിറ്റി ഉയരുന്നതിന് പിന്നിലുണ്ടോ? ഞാൻ ആഗ്രഹിച്ചു പോകണം അങ്ങനെ ആയിരുന്നെങ്കിൽ. ഇപ്പോൾ വെള്ളാപ്പള്ളി സാറ് പറഞ്ഞിരിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരിക്കാം. അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ 1200 കൊടുത്തതിൽ കാന്തപുരം അത് പിന്നെ വിജ്ഞാന സെൻറ്ററുകളാക്കി മാറ്റുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായതുകൊണ്ട് അങ്ങനെ ആയിരിക്കും പറഞ്ഞത്. പത്രക്കാർ മാറ്റി എഴുതിയായിരിക്കാം. പിന്നെ നമുക്ക് ഗവൺമെൻറ്റോടും പറയാനുള്ള അങ്ങനെ ചെയ്യണമെന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ റവന്യൂവിൻ്റെ ഭാഗമായിട്ട് സർവേൻ്റെ ഭാഗമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത 10,000 ഏക്കറുകൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ ചർച്ച കേൾക്കുന്നുണ്ട്. ഇതിനായി ഗവൺമെൻറ് ഇത്തരം പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വിട്ട് കൊടുക്കണം. അത് ലീസ് ഭൂമിയായിട്ടോ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. മർക്കസ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഭൂമി എന്നുള്ളത് ഒരു പക്ഷേ എല്ലാവരും മനസ്സിലും മനപ്പാടുണ്ടാകും. കാരണം അത് ഏറ്റവും ചർച്ചയായ കുട്ടികൾക്ക് പോലും അറിയാം. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എവിടെ അറിയാം, 100ഓളം രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് വരെ അറിയാം. ബ്രസീലിൽ അവർ പിന്നെ ICCൻ്റെ യുനെസ്കോൻ്റെ ഭാഗമായി ഇവിടെ വന്ന് കണ്ട് മീറ്റിംഗ് നടത്തിയതിന് ശേഷം ബ്രസീലിൽ പാഠ്യപദ്ധതിയായിട്ട് അവർ ഹൈസ്കൂൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളും കുതിച്ചു പോകുന്നത് ഇപ്പോഴത്തെ 125 ഏക്കറുകൾ മതിയാകില്ല, അതുകൊണ്ട് ഒരു 300 ഏക്കറിലും അന്ന് എടുക്കാമായിരുന്നു കാന്തപുരം ഉസ്താദ് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊരു 125 ഏക്കേഴ്സ് ഓഫ് ഭൂമിയാണ്. അതിൻ്റെ ഫാം ലാൻഡ് അഥവാ കൺസ്ട്രക്ഷൻ പറ്റാത്തതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഭൂമിയിട്ട് നമ്മളുടെ രക്തശാലി അരി വരെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നോളജ് സിറ്റിയിലേക്ക് ആവശ്യമുള്ള അരിയൊക്കെ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണം. അതിന് വേണ്ടിയാണ് ഈ മസ്ര എന്ന പ്രോജക്റ്റ് ഉണ്ട്, ഡയറി ഫാമൊക്കെ ഉണ്ട്. ഇങ്ങനെ അപ്പോൾ എല്ലാം കൂടി നമുക്ക് 125 ഏക്കേഴ്സ് ഉള്ളത്. അതിന് രേഖ ഇപ്പോൾ ആർക്ക് പോയാലും പിന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയാൽ കിട്ടുന്ന കാര്യമാണല്ലോ. അതിന് ഇത്ര സ്പെക്കുലേറ്റീവ് ആകേണ്ട കാര്യമില്ലല്ലോ. എനിബഡി ക്യാൻ ഗോ ആൻഡ് ടേക്ക് ദ ഡാറ്റ. അതൊരു പിന്നെ കോൺഫിഡൻഷ്യൽ ഡാറ്റ അല്ലല്ലോ. പിന്നെ ഒരാൾക്ക് നല്ല പരിചയസമ്പന്നർക്ക് ഇങ്ങനെ എത്തി നോക്കിയാലും കണ്ടുകൊണ്ട് തന്നെ അളക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ പറയുമ്പോഴും ആരോപണിക്കുള്ളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പറയണം എന്ന് ഉള്ളൊരു, കാരണം കേരളം പ്രബുദ്ധമാണല്ലോ. കാന്തപുരം ചെയ്തതെന്താ? ആളുകൾക്ക് ജോലി കൊടുത്തു എന്നുള്ളതോ? ഒരു പ്രദേശത്തേക്ക് ഒരു റൂറൽ ഏരിയയിൽ വന്നുകൊണ്ട് അവിടെ ഒരു അർബൻ സിറ്റീസ് ഉണ്ടാക്കി ലോകത്തിൻ്റെ എല്ലാ സ്റ്റാൻഡേർഡുകളും കംപ്ലൈ ചെയ്തുകൊണ്ട് ആസ് പെർ ആസ് ദി ഇൻ്റർനാഷണൽ എനർജി ഏജൻസി കംപ്ലയൻസ്, അതുപോലെ തന്നെ വേൾഡ് UN-ൻ്റെ അഗ്രികൾച്ചർ സ്റ്റാൻഡേർഡ്സ് എല്ലാം പാലിച്ചുകൊണ്ടൊരു സിറ്റി ഉണ്ടാക്കി എന്നതാണോ ഇവരെ പ്രകോപിക്കുന്നത്? എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്ലീസ് കം ഫോർവേഡ് ആൻഡ് സ്റ്റഡി, സിറ്റ് വിത്ത് അസ് ആൻഡ് സ്റ്റഡി അബൌട്ട് ഇറ്റ്. ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എയ്ഡഡ് പദവിയോ അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എല്ലാം പ്രൈവറ്റ് സെക്ടറിൽ തുടങ്ങാൻ കഴിയില്ലല്ലോ. കാരണം എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക ആളുകൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ ഫീസൊക്കെ. ഇതുവരെ നോളജിൻ്റെ അകത്ത് ഒരു എയ്ഡഡ് കോളേജുകളും ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടിയാൽ നല്ലതെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മറ്റു സാമുദായിക സംഘടനകൾക്കെല്ലാം, ഇപ്പോൾ ക്രിസ്ത്യൻ സഭകൾക്കായിരുന്നാലും NSS-നായിരുന്നാലും SNDP-ക്കായിരുന്നാലും മുസ്ലിം വിഭാഗത്തിൽ തന്നെ മറ്റു സംഘടനകൾക്കുമൊക്കെ എയ്ഡഡ് കോളേജുകളുണ്ട്. എനിക്ക് തോന്നുന്നത് കാന്തപുരം വിഭാഗത്തിലാണ് ഇത്രയും കാലമായിട്ടൊരു എയ്ഡഡ് കോളേജ് പോലും ഇല്ലാത്തതെന്നാണ്. എനിക്ക് തോന്നുന്നത് ഏത് ഗവൺമെൻറ്റിൻ്റെ ഇതൊരു റിസൾട്ട് എടുത്ത് നോക്കിയാലും അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത്. നോളജ് സിറ്റിയെക്കുറിച്ച് കുറേ അതിൻ്റെ പാരിസ്ഥിതിക വശവും രാഷ്ട്രീയ വശവും ഒക്കെ പറഞ്ഞെങ്കിലും എന്താണ് ഈ നോളജ് സിറ്റി എന്ന് ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണ് നോളജ് സിറ്റി ഒറ്റ വാക്കിൽ പറയാണ്? ഒരു ഡയമെൻഷനിൽ പറഞ്ഞാൽ മർക്കസിൻ്റെ സ്ഥാപനങ്ങൾ AP അബൂബക്കർ മുസ്ലിയാരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ശക്തമായ എഡ്യൂക്കേഷൻ റെവല്യൂഷൻ. അത് മർക്കസ് നോളജ് സിറ്റിൻ്റെ ഒരു കണ്ടംപററി വേർഷൻ എടുത്ത് നോക്കിയാൽ ഇറ്റ്സ് എ ടൗൺഷിപ്പ്, എഡ്യൂക്കേഷൻ ടൗൺഷിപ്പ്, പ്രൈമറിലി ഫോർ ദ എഡ്യൂക്കേഷൻ. ആ കൂട്ടത്തിൽ എന്തൊക്കെ ഉണ്ട് അതിൽ? പിന്നെ ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ട്, അഥവാ ഒരു 120 ബെഡഡ് ഹോസ്പിറ്റലുണ്ട്. അതുപോലെ ഒരു 5 സ്റ്റാർ ക്ലാസ് വെൽനസ് സെൻറ്റർ, ബ്ലെൻഡിങ് ആയുർവേദ യുനാനി അതുണ്ട്. അതുപോലെ തന്നെ അതിൽ സൂക്കുകൾ, സാധനം മേടിക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട്. പിന്നെ അഥവാ നമുക്ക് ആ സിറ്റിയിലേക്ക് ജീവിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എന്ത് സാധനം മേടിക്കാനുള്ള സൗകര്യങ്ങൾ സൂക്കുണ്ട് അതിൽ. എന്നതുപോലെ തന്നെയാണ് പിന്നെ നമ്മൾ പറയുന്നത് 6 സോൺ, കൾച്ചറൽ സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ജാമിഉൽ ഫുത്തൂഹ് അടക്കമുള്ള ഒരു കൾച്ചറൽ സോൺ. ആർക്കും വരാം, പഠിക്കാം, വായിക്കാനുള്ള ലൈബ്രറികളും സംവിധാനങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു 6 ഡിഫറെൻറ്റ് സോണുകളായിട്ടാണ്. ദാറ്റ് ഈസ് എ റൂൾ, ദാറ്റ്സ് എ വേ ഒരു ഏരിയ ഈസ് ഗെറ്റിംഗ് ഡിവൈഡഡ് വെൻ യു ഗോ ഫോർ ദ കൺസ്ട്രക്ഷൻ. പ്ലാനിങ്ങിൻ്റെ ഒരു അപ്രോച്ചാണത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പിന്നെ റെസിഡൻഷ്യൽ സോൺ ഉണ്ട് അതിൽ. അതിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു.
നമുക്ക് വേണ്ടി വരുന്ന അധ്യാപകർ പ്രൊഫസേഴ്സ് ഏകദേശം നമുക്കൊരു 1000-ലേറെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ഡോക്ടേഴ്സൊക്കെ വരണം. ഇപ്പോൾ നമുക്ക് 1400, നമുക്ക് ആവശ്യമുള്ളതിന് 4-1 ഇപ്പോൾ അവിടെ ഉള്ളൂ അപ്പാർട്ട്മെൻറ്റ്സുകൾ. ഇനിയും നമുക്ക് എത്രയോ വരണം. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ തന്നെ ധാരാളം കൺസ്ട്രക്ഷൻ വന്നു തുടങ്ങി. സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഏരിയ ഹാസ് ഡെവലപ്ഡ് വെരി മച്ച്. പിന്നെ അവിടെ ഉള്ളത് നമുക്ക് അഗ്രികൾച്ചർ സോണുണ്ട്, പിന്നെ ഹെൽത്ത് സോണുണ്ട്, എന്നതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ സോണ്, കൾച്ചറൽ സോണ്. അങ്ങനെ അടങ്ങിയിട്ടുള്ള ഒരു 6 സോണുകളായിട്ടാണ് ഇതിനെ നമ്മൾ ലാൻഡിനെ വിഭജിച്ചിട്ടുള്ളത്. അപ്പോൾ അഗ്രികൾച്ചർ സോണ് അതേപോലെ തന്നെ ഏതുപോലെ നമുക്ക് അന്യം നിന്ന് പോയ രക്തശാലി അരി വരെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാം ഹൗസ് വരെ അതിലുണ്ട്. പോൾട്രി ഫാമുണ്ട്, ഡയറി ഫാമുണ്ട്. അതാണ് അതിൻ്റെ ഒരു അർബൻ പ്ലാനിങ് പോയിൻ്റ് ഓഫ് വ്യൂ അതിൻ്റെ ഒരു സബ് ഡിവിഷൻസ്. അതിൻ്റെ വേറൊരു മോഡൽ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പിന്നെ ലോകം ആഗ്രഹിക്കുന്ന ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഒരു വേൾഡ് അങ്ങോട്ട് മൂവ് ചെയ്യാൻ നമുക്കൊരു സ്കിൽ ഫാക്ടറി ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഹോഗർ HTI എന്നാണ്, ഹോഗർ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. പ്രൈമറിലി എന്താ അത് ഉദ്ദേശിക്കുന്നത്? അത് ഉദ്ദേശിക്കുന്നത് നമുക്കാവശ്യമായിട്ടുള്ള ടെക്നോളജി ഒരു വീടെടുത്തുകൊണ്ട് മാപ്പ് ചെയ്തു. നമ്മൾ ഒരു വ്യക്തിയുടെ റിക്വയർമെൻറ്റ് മാപ്പ് ചെയ്തു. അവർക്ക് വേണ്ട സാനിറ്റേഷൻ വേണം, ഫുഡ്, ഡ്രസ്, ഫേർണിച്ചർ, മെഡിസിൻ, ലെഷർ എന്നതിലേക്ക് നമുക്ക് കുറേ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് വേണ്ടി മാത്രമേ അവർ പുറത്തു പോകേണ്ടി വരുന്നുള്ളൂ. ബാക്കി എല്ലാം നോളജ് സിറ്റിയിൽ വേണം എന്നത് പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് അതേ രീതിയിലുള്ള മിനി മോഡലുകൾ 40 നോളജ് വില്ലേജുകളൂടി ചെയ്യാനുള്ള ശ്രമത്തിലാണ് മർക്കസ് നോളജ് സിറ്റി. ബിസിനസ് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ടൗണിൽ നിന്ന് മാറി ഒരു ഗ്രാമപ്രദേശത്ത് മറ്റൊരു ടൗൺഷിപ്പ് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പ്രോഫിറ്റബിൾ ആകുമോ, അല്ലെങ്കിൽ അതിന് ഫലപ്രാപ്തിയിലേക്ക് എത്തുമോ എന്നൊക്കെ സംശയമുള്ള ആളുകളുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ബിസിനസ് ആസ്പെക്റ്റിൽ ഈ നോളജ് സിറ്റി വിജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? വളരെ റൈറ്റ് ക്വസ്റ്റ്യനാണത്. അതാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. 95% ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് നോളജ് സിറ്റി കാന്തപുരം AP ഉസ്താദിൻ്റെ വേറൊരു മോഹമാണെന്നൊക്കെ വളരെ സർക്കാസ്റ്റിക്കായിട്ട് കമൻറ്റ് ചെയ്ത ഒരു പീരീഡ് നമുക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചോദിച്ചു, ഞാനും പിന്നെ നല്ല ജോലിയിലിരുന്ന് ഞാൻ വരുമ്പോഴും എനിക്കും എൻ്റേതായിട്ടുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് ഈസ് ഹൈലി സക്സസ്ഫുൾ. വൺ ഓഫ് ദ ഫൈനസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ എ റൂറൽ ഏരിയ എങ്ങനെ ഒരു അർബൻ സിറ്റി ആയിട്ട് മാറ്റിയെടുക്കാമെന്നതിൻ്റെ ലോകത്തിലെ ഏറ്റവും നല്ലൊരു മോഡലാണ് മർക്കസ് നോളജ് സിറ്റി. എ വെരി സക്സസ്ഫുൾ മോഡൽ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ഇറ്റ് ഈസ് എ സോഷ്യോ സെൻട്രിക് റിയൽ എസ്റ്റേറ്റ്. എല്ലാവരും അന്നുണ്ടായിരുന്ന വേറൊരു ആരോപണമാണ് ഇറ്റ്സ് എ റിയൽ എസ്റ്റേറ്റ്. ഐ വുഡ് സേ യെസ്, ബട്ട് ഇറ്റ് ഈസ് എ സോഷ്യോ സെൻട്രിക്. അതിൽ നിന്ന് കിട്ടുന്നത് വെച്ചിട്ടാണ് നമ്മൾ കോളേജുകളുണ്ടാക്കിയത്. പിന്നെ എന്തിനോട് ഹോട്ടൽ വന്നു എന്നാണ്, പിന്നെ എന്തിനവിടെ അപ്പാർട്ട്മെൻറ്റ് വന്നു എന്നുള്ളതാണ്. ഒരു റൂറൽ ഏരിയക്ക് മാറിയിട്ട് അവിടുത്തെ ആ ഒരു എൻവയോൺമെൻറ്റൽ ഫ്രജിലിറ്റിയെ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പോയിൻ്റ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ 50-60% സമയവും ചെലവഴിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. അവിടെ നിന്നാണ് ഹൈ കൺസംഷൻ ഓഫ് കാർബൺ സംഭവിക്കുന്നതും രോഗങ്ങൾ മേടിച്ചു വെക്കുന്നതും. ഫിൻലാൻഡ് പോലത്തെ അതിവികസിത രാജ്യങ്ങളിൽ നമ്മൾ കണ്ട മോഡലുകളാണ് 20 മിനിറ്റിൽ. ഫോർ എക്സാമ്പിൾ സുഹൈൽ ആൻഡ് ഫാമിലിയിൽ ബി വർക്കിംഗ് സംവെയർ. സുഹൈൽ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, മക്കൾ പഠിക്കുന്ന വേറെ സ്ഥലത്ത്, ബാങ്ക് ഒരു സ്ഥലത്ത്, ഗവൺമെൻറ് ഓഫീസ് വേറെ സ്ഥലത്ത്. ഇതിനെ എല്ലാത്തിനെയും കൊണ്ടുവന്ന് ഒരു അംബ്രൻ്റെ കീഴിൽ നടപ്പിലാക്കി അതിവികസിത രാജ്യം ചെയ്ത ഒരു മോഡൽ നടപ്പിലാക്കി സക്സസ്സാക്കി കാണിച്ചു കൊടുത്തു എന്നതാണ് AP ഉസ്താദിനെ ലോകത്തിലെ പല നേതാക്കളും വ്യത്യസ്തനാക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആഗ്രഹിച്ച പ്രോജക്റ്റല്ലേ സ്മാർട്ട് സിറ്റി? 2014 പ്രഖ്യാപിച്ചതല്ലേ 100 സ്മാർട്ട് സിറ്റി വരണമെന്ന്? അത് തന്നെയല്ലല്ലോ 193 രാഷ്ട്രങ്ങളും കൂടിയിരുന്ന് ആലോചിച്ച് സസ്റ്റൈനബിൾ സിറ്റി കൊണ്ടുവരാൻ ഉദ്യമിച്ച അവരുടെ സ്ട്രാറ്റജീസും അത് തന്നെയല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി മരണപ്പെട്ടുപോയ ഉമ്മൻചാണ്ടി സാറ് ശ്രമിച്ചതും? നോളജ് സിറ്റി കൊണ്ടുവരാനായിരുന്നല്ലോ. സാം പിട്രോഡിനെ കൊണ്ടുവന്ന് എമർജിങ് കേരള ഭാഗമായി ഉണ്ടാക്കിയത്. അദ്ദേഹം അന്നത്തെ നമ്മുടെ മാസ്റ്റർ പ്ലാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചതും അതായിരുന്നു. ഞങ്ങളുണ്ടാക്കിയ നോളജ് സിറ്റിയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് അലമാരിലിരിക്കുമ്പോൾ കാന്തപുരത്തിൻ്റെത് അനാവരണം ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഇപ്പോൾ അവസാനത്തേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? പ്രത്യേകിച്ച് ഇപ്പോൾ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നൊക്കെ പറയുന്ന 4ാം വ്യാവസായിക വിപ്ലവത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നൊരു സമയം കൂടിയാണ്.
എന്താണ് ഇനി ഭാവി പദ്ധതികൾ? സ്വയം പര്യാപ്തമായ സുസ്ഥിര 40 വില്ലേജുകൾ കാഴ്ചവെക്കാൻ നമുക്ക് പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിൻ്റെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൂടാതെ നിങ്ങൾ പറഞ്ഞു 1000 ഏക്കറും 1200 ഏക്കറൊക്കെ പറഞ്ഞു. 125 ഏക്കർ മേടിച്ചതിൻ്റെ കാശ് പോലും ഇപ്പോൾ കൊടുത്തു തീർന്നിട്ടില്ല. അവിടെ പലരും കൊടുക്കാണ്ട് പലർക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ബിൽട്ടപ്പ് ഏരിയയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവസ്ഥ മാറി. നിങ്ങൾക്കറിയാം, ജോസാ ലുക്കാസ് നമ്മോട് വന്നത് ലാൻഡ് തരാൻ കണ്ടീഷനൊന്നുമില്ല, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയണം. നമുക്ക് ചെയ്യാൻ കഴിയും, എബി ഉസ്താദിന് ചെയ്യാൻ കഴിയുമെന്നൊരു ബോധം കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാൻഡ് ഉള്ളവർ ഇപ്പോൾ നമ്മോട് പറയുന്നത്, നിങ്ങൾ ലാൻഡ് ഏറ്റെടുത്തോളൂ, നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള ഷെയർ തന്നാൽ മതി എന്നുള്ളത്. അന്ന് നമ്മൾ ലാൻഡ് പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് ചെയ്തത്. അത് പൈസ കൊടുക്കാൻ വേണ്ടി കടം മേടിച്ചൊക്കെ ചെയ്തത്. അവസ്ഥ മാറി. അതിൽ കേരളത്തിലെ പല പ്രമുഖരുണ്ട്, എനിക്ക് പേര് പറയാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്. ഇന്ന് നമ്മളോടൊന്ന് പറയുന്നത്, ഞങ്ങൾ ഇന്ത്യൻ്റെ ലാൻഡുണ്ട്, നമ്മുടെ ട്രസ്റ്റിൻ്റെ ലാൻഡുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്നത് 1300 ഏക്കർ ഭൂമിയുള്ള ഒരാൾ പോലും ഞങ്ങളോട് സമീപിച്ചിരുന്നു. ക്യാൻ യു ടേക്ക് ഇറ്റ് ഓവർ എന്ന് പറഞ്ഞു. പൈസ വേണ്ട, പൈസ ഇതിൽ 120 ഏക്കറിൻ്റെ കടം വീണാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല, അത്രയും നമ്മൾ പ്രയാസപ്പെട്ടു കൊടുത്ത് ഇന്ന് ആ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്ലേറ്റ് ഫുള്ളാണ്. ജനങ്ങൾക്ക് അത്രയും പ്രതീക്ഷ കൊടുത്ത ഒരു പ്രോജക്റ്റാണിത്, മർക്കസ് നോളജ് എന്ന് പറയുന്നത്. അത് ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് കാന്തപുരം ഉസ്താദിൻ്റെ. വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി. മീഡിയ വൺ കാണിച്ച പോലുള്ള ഒരു പ്രൊആക്റ്റീവ് സമീപനം എല്ലാവരും കാണിക്കണമെന്നും, എന്താണ് മർക്കസ് നോളജ് എന്നും, അത് കേരളത്തിന് കൊടുക്കാൻ പോകുന്ന കോൺട്രിബ്യൂഷൻസ് എന്താണെന്നും, ആ വികസനത്തിൽ എങ്ങനെ അത് ഭാഗവാക്കാകുന്നതൊക്കെ ഒന്ന് പഠിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. മീഡിയ വൺ കാണിച്ചതുപോലുള്ള ഒരു പ്രൊആക്റ്റീവ് അപ്രോച്ച് എല്ലാ മീഡിയയും ചെയ്താൽ നമുക്കിവിടെ കേരളത്തിൻ്റെ ഭാവി ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാനും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന, നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും റിസർച്ച് ഗവേഷണശാലകളും നമുക്ക് കൊണ്ടുവരാൻ കഴിയും. എല്ലാവരും സഹകരിക്കണം എന്നാണ് എനിക്ക് യഥാർത്ഥത്തിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ്.